രവി, നീ വിവരക്കേട് കാണിക്കരുത്. ഇത് ഒരുമിച്ച് ബാങ്ക് കൊണ്ടുപോയിട്ട അത് അപകട. കേസിന് എന്തെങ്കിലും തുമ്പുണ്ടായ പോലീസ് നിന്നെ പുഷ്പം പോലെ പൊക്കും. അച്ഛനെ നിന്നിട്ട് പോകാവോ? കരുതാക്കൊണ്ട് ഓരോന്ന് പറയുന്നു. എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. അവന് വിവരവും ബോധവും ഒക്കെ ഉണ്ട്. ആ ഒരു ഉപദേശി. എടാ, സരസ്വതിക്ക് കൊടുക്കാനുള്ള രൂപ കൊടുത്ത് ആ ഭാരവും ഒഴിവാക്കാദ്യം. ആ ഭാരം അവിടെ കിടന്നോട്ടെ, അതിപ്പോ ഒഴിയണ്ട. ആദ്യം എന്റെ നിലനിൽപ്പ് നോക്കട്ടെ, എന്നിട്ട് മതി സരസ്വതി, ലക്ഷ്മി, മൂദേവിയൊക്കെ. കുറച്ച് കാശും കൂടി എങ്ങനെ ഉണ്ടാക്കാന്ന് ആലോചിച്ചാൽ വിഷമിക്കുമ്പോഴാ ഭാരം ഒഴിക്കല്. നിനക്കിപ്പോ എത്ര കാശ് വേണം? ദേ മേടിച്ചോ, എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛൻ പോയി കിടന്നൊന്ന് ഉറങ്ങാവോ? ഞാൻ തമാശ പറയല്ല. നീ പറ, എത്ര കാശ് വേണം? ഇതിപ്പോ 1.20, ഒരു 10-15 രൂപ എന്റെ ഉണ്ട്. അപ്പം 1.35, ഒരു 50 രൂപ കിട്ടിയ തരക്കേടില്ലാത്ത ഒരു സെക്കൻഡ് ഹാൻഡ് ലോറി എടുക്കാം. 50 മതിയോ? 1 ലക്ഷം തരാം. 1 ലക്ഷം? 1 ലക്ഷം. നിങ്ങക്ക് തലയ്ക്ക് വെളിവേടൊന്നുമില്ലല്ലോ. നല്ല വെളിവാ. അച്ഛൻ പറ. ആശാന്റെ മകളെ കെട്ടണമെങ്കിലേ 1 ലക്ഷം രൂപ തരണം എന്നങ്ങ് പറയണം. അങ്ങേരെ എവിടുന്ന് തരാനാ? തന്നില്ലെങ്കിൽ നമ്മൾ വേറെ പെണ്ണു നോക്കും. 1 അല്ല 2 or 3 ലക്ഷം ഞാൻ മേടിച്ചു തരും. പക്ഷേ പെണ്ണ് കറുത്തതാണോ വെളുത്തതാണോ ഞൊണ്ടിയാണോ പാണ്ഡ്യാണോ എന്നൊന്നും നോക്കരുത്. എന്താ? ഇതിപ്പോ കാളച്ചന്തയില് കാളയ്ക്ക് വില പറയണ പോലെ ആയാലും പപ്പനാവാ. അല്ല, അതിപ്പോ ഞങ്ങൾക്ക് വേറെ ഓഫറുകളുണ്ടേ. കഴിഞ്ഞ ദിവസം പട്ടിക്കാട്ടുന്നൊരു ആലോചന വന്നു. 2 രൂപയും 25 പവനാ പറഞ്ഞത്. ഉടനെ ഉറപ്പിക്കാരുന്നില്ല കച്ചവടം. പാടില്ലല്ലോ, ഒരിക്കലും പാടില്ല. നമുക്ക് കാശിന് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ ഒരു അന്തസ് അത് മുറുകെ പിടിക്കും. എന്തേ? തറവാട്ടുകാർക്ക് വാക്ക് തന്നെയാ. തറവാട്ട് മഹിമ കാശ് കൊടുത്താ കിട്ടില്ല. കിട്ടുവോ? ഇല്ല, കിട്ടില്ല. കാശ് കൊടുത്താലും കാശ് വാങ്ങിയാലും കിട്ടില്ല. ആശാന്റെ മോളുടെ കാര്യം ആലോചിക്കാന്ന് നമ്മൾ തമ്മിലൊരു വാക്കുണ്ട്. ഈ ആലോചന കഴിഞ്ഞിട്ട് വേറൊരു ആലോചനയെ കുറിച്ച് ആലോചിക്കൂ. അത് വേറെ കാര്യം. അന്ന് വന്നപ്പോ നിങ്ങൾ ഈ ലക്ഷങ്ങളുടെ കണക്കൊന്നും പറഞ്ഞില്ലല്ലോ. സോറി, അത് അന്നത്തെ കാര്യം, ഇത് ഇന്നത്തെ കാര്യം. ഇന്റെ മോനായിട്ട് ഞാൻ പറയല്ല. അവന്റെ കയ്യിലുണ്ടല്ലോ ലക്ഷങ്ങളുടെ സമ്പാദ്യമുണ്ട്. ഇപ്പൊ ഇത് ലോറി വാങ്ങാൻ പോവാ. പിന്നെ ഈ ലോറി ഡ്രൈവർമാരുടെ വൃത്തികെട്ട സ്വഭാവം ഇല്ല. വീടുകളിയില്ല, കള്ളുകുടിയില്ല, ചീട്ടുകളിയില്ല. സ്വഭാവമായൊക്കെ എനിക്കറിയാം. ഇതുകൊണ്ടൊന്നല്ല ഞാനിത് ആലോചിച്ചത്. എന്റെ കുട്ടി നിങ്ങളുടെ മോനുമായിട്ട് ഇഷ്ടത്തിലായിപ്പോയി. അതുകൊണ്ടാ. ആയിക്കോട്ടെ, അവരെ സ്നേഹിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ നഷ്ടപ്പെട്ട കാര്യമില്ലല്ലോ. കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ഇത് കിട്ടണം. ഇത്രയും വലിയൊരു തുക ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. ഈ വീടും പറമ്പ് എഴുതി കൊടുക്കാം, അല്ലാതെ എനിക്ക് ഒരു നിവൃത്തിയില്ല. അപ്പോ ഞങ്ങൾക്കിത് ശരിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. പപ്പനാവാ, ഇത് നടക്കാതിരിക്കരുത്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ആലോചിക്കട്ടെ. ശ്രീധരേട്ടാ, നീ എന്താ ഇവിടെ? എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? കുഴൽമന്നത്തുനിന്ന് ഇവിടെ വരെ അമേരിക്കയിൽ പോണ ദൂരമൊന്നുമില്ലല്ലോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ വന്നത് കുറച്ചിലായോ? എനിക്ക് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. എന്റെ ഈ കാശൊന്നുമില്ലേ? അതിനിപ്പോ ആരാ കാശ് ചോദിച്ചത്? ഞാൻ വെറുതെ വന്നതാ. ഇന്നലെ വണ്ടി ഇടിച്ച് കിടക്കണമെന്ന് സ്വപ്നം കണ്ടു. 1.5 ആഴ്ചയായിട്ട് ആ വഴിക്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ, പണിക്കൊന്നും പോണില്ലേ? ഇല്ല, ഞാൻ ആ മോലാളിയായിട്ട് പറഞ്ഞു നടന്നു. താക്കോൽ അയാളുടെ മോന്തയ്ക്ക് എറിഞ്ഞുകൊടുത്തിട്ട് ഞാൻ പോകും. എങ്കിൽ പിന്നെ വേറെ വണ്ടിയിൽ നോക്കണം. നോക്കണം. 3-4 ദിവസം കഴിയട്ടെ. 3-4 ദിവസം കഴിഞ്ഞ് ആരെങ്കിലും ജോലി ഇങ്ങോട്ട് കൊണ്ടുതരുമോ? അന്വേഷിക്കണം. അന്വേഷിക്കണം. ഞാനൊരു ജോലി ശരിയാക്കട്ടെ. പണിയാണോ? ഇങ്ങനൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞാലും കേൾക്കണ മുതലാളിമാരൊക്കെ ഉണ്ട്. കുഴൽമന്നത്തൊരു തോമസ് മുതലാളി ഉണ്ട്. 3-4 വണ്ടിയുള്ള ആളാ. എനിക്ക് വേണ്ടായേ നിന്റെ തോമാസ് മുതലാളിയുടെ പണി. ഓ, വീടും കുടിയൊക്കെ ഈ മുറി തന്നെയാ. കുഞ്ഞാലിക്ക് എന്തിയേ? നാട്ടിൽ പോയി.
കുഞ്ഞാലിക്ക് ഈ വണ്ടി കളയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്റെ കൂടെ പണിക്ക് പോന്നുള്ളൂ. അപ്പൊ രവിയോ? ആ എനിക്കറിഞ്ഞൂടാ. ആ ചെക്കൻ ആളത്ര ശരിയല്ല കേട്ടോ. കാണുമ്പോഴേ അറിയാം അഴുക്ക്. ഓ നീ ശീലാവതി. ഓ ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞു, ഞാനിങ്ങ് പൊക്കോളാം. ആ വേഗം പോയിക്കോ, നാട്ടുകാരെ കൊണ്ടൊന്നും പറയിക്കാതെ. മിഠായി വേണോ? മോന് വാങ്ങിയതാ, ഒരെണ്ണം തരാം. ഒന്ന് പോയി തരാമോ? ഇത് വലിയ ശല്യമായല്ലോ. ശ്രീധര, നീ അങ്ങോട്ടും തിരിഞ്ഞു നോക്കണില്ലല്ലോ. എന്താ എനിക്ക് പറ്റിയേ? ഒന്നുമില്ല, നല്ല സുഖമില്ലായിരുന്നു. ഒരു നീരുവീഴ്ച പനി. ഇന്നങ്ങോട്ട് വരാതിരിക്കായിരുന്നു ഞാൻ. നീ ഒന്ന് വാ വീട്ടിലേക്ക്. എനിക്ക് അങ്ങോട്ട് ചത്താ മതി. രാധയുടെ കരച്ചിലും വിഷമം കാണാൻ വയ്യേ. എന്താ ശനെ കാര്യം? രവിയുടെ അച്ഛൻ വന്നിരുന്നു. അവർക്ക് പെണ്ണിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 1,00,000 ഉറുപ്പിക കിട്ടിയാൽ മതി. ഞാനിത് എവിടെ നിർത്ത് കൊടുക്കും? ഈ കല്യാണം നടക്കില്ല ശ്രീധര. എന്നവൻ പറഞ്ഞോ? അവൻ പറഞ്ഞു വിട്ടിട്ടായിരിക്കുമല്ലോ അവന്റെ തന്ത വന്നത്.